ഇഫ്താർ വിരുന്ന് പ്രധാനമന്ത്രി സംഘടിപ്പിക്കുന്നതായി കേട്ടിട്ടുണ്ടോ? ഇഫ്താർ വിരുന്നിൽ ഈ പറയുന്ന പോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട മൗലവിമാർ പങ്കെടുക്കുന്ന ഒരു ഇഫ്താർ വിരുന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ BJP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കണക്കുകളും മണിപ്പൂരിലെ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു. CPM ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പന്തളം നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. അവിടെ ഹിന്ദു ഓർത്തഡോക്സ് വോട്ടർമാരെ കൂട്ടിയിണക്കിയാണ് അവിടെ ഭരണത്തിലെത്താൻ BJP കഴിഞ്ഞത്. പതുക്കെയാണല്ലോ പിടിക്കുക. ആ പതുക്കെ പിടിക്കുന്നത് മുസ്ലിം വിഭാഗത്തിനോടുള്ള എതിർപ്പ് ഇവരിൽ കൂടി കുത്തിവെച്ചുകൊണ്ട് മുസ്ലിം വിരോധം സൃഷ്ടിച്ചുകൊണ്ട് PC ജോർജിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ക്രിസംഖി എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം രൂപപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ഒക്കെ എവിടെ നിന്ന് പിന്തുണ കിട്ടി, അതെങ്ങനെ ഒരുപോലെ ഏതൊക്കെ നേതാക്കൾ ഏറ്റെടുത്ത് പറഞ്ഞു നമ്മൾ കണ്ടതാണ്. മതപണ്ഡിതന്മാർ ബിഷപ്പുമാരും അതേപോലെ പറയുന്നു, അപ്പുറത്ത് BJP-യും അതുപോലെ പറയുന്നു. അപ്പോൾ അവർക്ക് ഐക്യപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് മുസ്ലിം വിരോധമാണ്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു എന്ന് സുജയ പറയുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ രാഷ്ട്രീയമാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളല്ല VD സതീശൻ. പക്ഷേ VD സതീശൻ എന്നാണ് പറഞ്ഞത്, പ്രമാണിമാരുടെ വീട്ടിലേക്ക് കള്ളു കൊടുത്ത് ചീത്ത വിളിക്കാൻ വിടുന്നത് പോലെയാണ് മാന്യരെ അവഹേളിക്കുന്ന നേതാവാണ് സജി ചെറിയാൻ എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറവൂരിൽ വന്നിട്ടും സജി ചെറിയാൻ മോശമായി സംസാരിച്ചിട്ടുണ്ട്. സജി ചെറിയാൻ പലപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് സാധിക്കാത്തത് അതുവഴി നഷ്ടപ്പെട്ടു പോയ ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് അവരെ പിണക്കണ്ട, ബിഷപ്പുമാരെ പിണക്കണ്ട എന്നുള്ള രീതിയിലാണ്. CPM-നെ സംബന്ധിച്ച് ഇണങ്ങിയും പിണങ്ങിയുമുള്ള സാഹചര്യമാണ് എല്ലാ സമയത്തും ക്രൈസ്തവ സഭകളുമായിട്ടുണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്. ഈ മത്തായി ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട നിർകൃഷ്ട ജീവി എന്നൊരു പ്രയോഗം അന്ന് പിണറായി വിജയൻ നടത്തിയെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തില്ല. ഇതിപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതിനെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടൊന്നും മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. അതേസമയം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാചകം ആ രൂപത്തിൽ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ശ്രമം അപ്പുറത്ത് നടക്കുന്നതിനെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമോ എന്നൊരു ആശങ്ക CPM-ന്. നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞതുപോലെ ഇത് പോരായിരുന്നു, കുറച്ചുകൂടി പറയണം എന്നുണ്ടെങ്കിലും അത് പറയാൻ പാടില്ലാത്തത് ഈ അപകടം മുന്നിൽ കണ്ടു. മാത്രമല്ല കാലാകാലങ്ങളിലായി ഇന്ത്യയിൽ Meet the editors.